6 സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഎം. ആലപ്പുഴയിൽ എം ആരിഫ് മത്സരിക്കും. ചാലക്കുടി എംപി ഇന്നസെന്റ് മത്സരിക്കുമെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാസർഗോഡ് എംപി പി കരുണാകരൻ ഇത്തവണ മത്സരിക്കില്ല. കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാലാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ജെഡിഎസ് മത്സരിച്ച കോട്ടയം സീറ്റ് സിപിഎം ഏറ്റെടുക്കും. ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കോട്ടയത്തേക്ക് പരിഗണിക്കുന്നത്. ലോക് താന്ത്രിക് ജനതാദളുമായുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങി. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്തും ചേരും. അരുണിലേക്ക്. അരുൺ, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. സംസ്ഥാന സെക്രട്ടറി യോഗം അവസാനിച്ചു. ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും സിപിഎം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ചില മണ്ഡലങ്ങളിൽ ഇനിയും ചില ചർച്ചകൾ ബാക്കിയുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച പ്രകാരമാണ് ആറ്റിങ്ങലിൽ സിറ്റിംഗ് എംപി എ സമ്പത്ത് മത്സരിക്കും. കൊല്ലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാൽ മത്സരിക്കുമെന്ന് ഉറപ്പായി. ആലപ്പുഴയിൽ അരൂർ എംഎൽഎ എം ആരിഫാണ് സ്ഥാനാർത്ഥി. ഇക്കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പല പേരുകൾ പരിഗണിച്ചിട്ടുണ്ട്. രാജു അബ്രഹാമിന്റെ റാന്നി എംഎൽഎ രാജു അബ്രഹാമിന്റെ പേരാണ് ഇതിൽ മുൻപന്തിയിലുള്ളത്. കോട്ടയത്ത് പി കെ ഹരികുമാർ അടക്കമുള്ളവർ പരിഗണിച്ചെങ്കിലും ഇപ്പോൾ സിന്ധുമോൾ ജേക്കബിന് ആണ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനാണ് സാധ്യത. സിപിഎം സെക്രട്ടേറിയറ്റിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്ന പേര് അവരുടെ തന്നെയാണ്. അവർ ഉഴവൂർ പഞ്ചായത്ത് അംഗമാണ്, മുൻ പ്രസിഡന്റാണ്. നിലവിൽ അവർ സിപിഎമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ അവിടെ മത്സരിക്കും. കോട്ടയത്ത് അത്തരത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യമാണ് ജില്ലാ കമ്മിറ്റി ഉയർത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സിന്ധുമോൾ ജേക്കബ് അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇടുക്കിയിൽ ജോയ്സ് ജോർജാണ് സ്ഥാനാർത്ഥി, സിറ്റിംഗ് എംപിയാണ്. എറണാകുളത്ത് പി രാജീവിന്റെ പേരാണ് ഇപ്പോഴും സജീവ പരിഗണനയിൽ. പി രാജീവിടെ സ്ഥാനാർത്ഥി വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ചാലക്കുടിയിൽ ഇന്നസെന്റ് തന്നെ മത്സരിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നാളത്തെ മണ്ഡലം കമ്മിറ്റി യോഗത്തിന് ശേഷം മാത്രം അന്തിമ തീരുമാനം. കാരണം ആദ്യഘട്ടത്തിൽ ഇന്നസെന്റിന് അവിടുന്ന് പാർട്ടിയുടെ വലിയ എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നസെന്റ് പേരിൽ ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്നസെന്റ് മത്സരിക്കുകയാണെങ്കിൽ ചാലക്കുടിയിൽ തന്നെയായിരിക്കും. അദ്ദേഹം ചാലക്കുടിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. വടകരയിൽ പി സതീദേവി, മുഹമ്മദ് റിയാസ് എന്നീ പേരുകളാണ് പരിഗണനയിൽ. ഇതിൽ മുഹമ്മദ് റിയാസിന്റെ പേര് കുറച്ചുകൂടി ഉറപ്പിക്കാമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാകും. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏക മുസ്ലിം പ്രാതിനിധ്യമായി ഉള്ളത് മുഹമ്മദ് റിയാസിന്റെ പേര്. അതുകൊണ്ട് അദ്ദേഹം വടകരയിൽ നിന്ന് ജനവിധി ഇടാനാണ് സാധ്യത. കോഴിക്കോട് എംഎൽഎ ആയ പ്രദീപ് കുമാറിന്റെ പേരിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. കോഴിക്കോട് പ്രദീപ് കുമാറും വടകരയിൽ മുഹമ്മദ് റിയാസും മത്സരിക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത. പാലക്കാട് സിറ്റിംഗ് എം പി രാജേഷ് മത്സരിക്കും. ആലത്തൂരിൽ പി കെ ബിജുവും വീണ്ടും ജനവിധി തേടും. മലപ്പുറത്ത് SFIയുടെ അഖിലേന്ത്യാ നേതാവ് VP സാനുവിന്റെ പേരാണ് പരിഗണനയിലുള്ളത്. പൊന്നാനിയിൽ നിയാസ് പുളിക്കലകത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്. കണ്ണൂരിൽ PK ശ്രീമതി വീണ്ടും ജനവിധി തേടും. കാസർഗോഡ് KP സതീഷ്ചന്ദ്രൻ, മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ സംസ്ഥാന സമിതി അംഗം KP സതീഷ്ചന്ദ്രന്റെ പേരിനാണ് ഇപ്പോഴും മുൻതൂക്കം. അദ്ദേഹം തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കും. ഉഭയകക്ഷി ചർച്ചയും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. AK സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ലോക് താന്ത്രിക് ജനതാദളുമായി ചർച്ച നടക്കുന്നത്. അവർ വടകരയോ കോഴിക്കോടോ സീറ്റാണ് CPMനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വർഗീസ് ജോർജും അടക്കമുള്ള നേതാക്കൾ ഒരു സാധ്യതയും ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനില്ല എന്ന് പറയേണ്ടി വരും. കാരണം 16 സീറ്റിലും 4 സീറ്റ് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒഴിവ് വന്ന ബാക്കി 16 സീറ്റുകളിലും മത്സരിക്കുക CPM സ്ഥാനാർത്ഥികൾ തന്നെയാകും. ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി ലോക് താന്ത്രിക് ജനതാദൾ നേതാക്കൾ പുറത്തേക്ക് വരികയാണ്. MV ശ്രേയാംസ് കുമാറും അതുപോലെ വർഗീസ് ജോർജും ഷെയ്ഖ് പി ഹാരിസും അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്കും പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചർച്ച ചർച്ചയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. പാർട്ടിക്ക് അർഹമായ ഒരു സീറ്റ് വേണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ചർച്ച ചെയ്യാം. 8-ാം തീയതി ചേരുന്ന ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ അവസാനമായ തീരുമാനമെടുക്കാമെന്നാണ് പറഞ്ഞത്. അനുകൂലമായിരുന്നു. നല്ല സൗഹൃദ അന്തരീക്ഷത്തിലായിരുന്നു സംസാരം. അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ശക്തിയുള്ള വടകര കോഴിക്കോട് മണ്ഡലം ലഭിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. 16 സീറ്റുകളിലും മത്സരിക്കാൻ CPM ആഗ്രഹിക്കുന്ന സെക്രട്ടേറിയറ്റ് പുറത്തുനിന്ന് അവർ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ധന്യ അരുൺ, തുടർന്നോളൂ. എന്താണ് ശ്രേയാംസ് കുമാർ പറഞ്ഞിരിക്കുന്നത് ലോക് താന്ത്രിക് ജനതാദളിന് സീറ്റ് അനുവദിക്കുന്ന കാര്യത്തിൽ?
ജനതാദളിന്റെ നേതാക്കൾ CPM-യുമായുള്ള ഉഭയശീർഷകം പുറത്തു വന്നിരിക്കുന്നു. അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു സീറ്റ് എന്ന ആവശ്യമാണ് അവർ CPM നേതൃത്വത്തോട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് വടകരയോ കോഴിക്കോടോ ഒരു സീറ്റ്, അതായിരിക്കാം അവരുടെ ആവശ്യം. നേരത്തെ അവരുടെ സംസ്ഥാന സമിതി യോഗം അത്തരമൊരു ആവശ്യമാണ് മുന്നോട്ട് വച്ചത്. ഉഭയചർച്ചയിലും അതേ ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് CPM ലഭിച്ചു എന്നാണ് നേതാക്കൾ പുറത്ത് പറയുന്നത്. അല്പസമയത്തിനകം ജനതാദൾ എസുമായുള്ള ചർച്ചയും ഉഭയചർച്ചയും ആരംഭിക്കും. CK നാണു, അതുപോലെ മന്ത്രി K കൃഷ്ണൻകുട്ടി, മാത്യു തോമസ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്ത ചർച്ച അവരുമായുമാണ്. അവരും ഒരു സീറ്റ് എന്ന ആവശ്യം, എറണാകുളം സീറ്റാണ് അവർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം. ആ സീറ്റ് ആവശ്യം. ലോക് താന്ത്രിക് ജനതാദളുമായുള്ള ഉഭയകക്ഷി ചർച്ച അവസാനിച്ചിരിക്കുന്നു. 8-ാം തീയതിയായിരിക്കും അന്തിമ തീരുമാനമെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ പ്രതികരണത്തിൽ നിന്ന് ലഭിച്ചത്. അരുണാണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ തവണ JDS മത്സരിച്ച സീറ്റാണ് കോട്ടയം. അത് ഇത്തവണ CPM ഏറ്റെടുക്കുകയാണ്. ആരായിരിക്കും അവിടെ സാധ്യത? സിന്ധുമോൾ ജേക്കബിനാണ് എന്ന് പറയപ്പെടുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ടോ? സിന്ധുമോൾ ജേക്കബിന്റെ പേര് തന്നെയാണ് കോട്ടയത്തും ഇപ്പോൾ നമുക്ക് സജീവമായി ലഭിക്കുന്ന വിവരം. കോട്ടയം ജില്ലാ കമ്മിറ്റിയും സിന്ധുമോൾ ജേക്കബിന്റെ പേരിനും മുൻതൂക്കം നൽകുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയത്ത് ക്നാനായ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് കോട്ടയം മണ്ഡലം. അങ്ങനെ ആ സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗം കൂടിയാണ് സിന്ധുമോൾ ജേക്കബ്. മാത്രമല്ല ഒരു പുതുമുഖം, ഒരു വനിത എന്ന പ്രാധാന്യമൊക്കെ തന്നെയും CPM കൽപ്പിക്കുന്നുണ്ട്. 15 വർഷമായി ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. 3.5 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. മഹിളാ അസോസിയേഷന്റെ പാലാ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. മാത്രവുമല്ല അവരൊരു ഡോക്ടർ കൂടിയാണ്. ആ നിലയിൽ കൂടി അവരുടെ പ്രവർത്തനം സജീവമാണ്. അഭയം ഉൾപ്പെടെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയുള്ള പ്രവർത്തനവും അവർ ജില്ലയിൽ വ്യാപകമായി നടത്തി വരുന്നുണ്ട്. എന്തായാലും സിന്ധുമോൾ ജേക്കബിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന സൂചനയാണ് കോട്ടയത്ത് നിന്നും ലഭിക്കുന്നത്. ശരി ശ്രീജിത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മാണി വിഭാഗം പിന്നോട്ട്. കോൺഗ്രസ് കടുംപിടുത്തം തുടർന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. അതേസമയം PJ ജോസഫ് ഈ നിലപാടിനോട് യോജിക്കുന്നില്ല. ഒരു സീറ്റ് മാത്രമാണെന്നുള്ളതെങ്കിൽ PJ ജോസഫിന് നൽകണമോ എന്ന് തീരുമാനിക്കാൻ ഉന്നതാധികാര സമിതി വിളിച്ചു ചേർക്കും. ഇന്ന് രാത്രി 9-ന് സീറ്റിൽ ധാരണ വരുത്താൻ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച നടത്തും. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവുമോ? കോൺഗ്രസിന്റെ കടുംപിടുത്തം തുടർന്നാൽ ഇത്തരം ഒരു വിട്ടുവീഴ്ചയിലേക്ക് കേരള കോൺഗ്രസ് വീഴാൻ സാധ്യതയുണ്ടോ? വിവരങ്ങൾ. ധന്യ, തീർച്ചയായും ഈ കേരള കോൺഗ്രസ് തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പല സീറ്റുകളിലേക്കും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ചാലക്കുടി, ഇടുക്കി അടക്കമുള്ള സീറ്റുകളാണ് കേരള കോൺഗ്രസ് പുതിയതായി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സീറ്റുകളിൽ പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ചർച്ചകൾ അവസാനിപ്പിക്കണം എന്ന വികാരമാണ് കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസുമായി പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് കടുംപിടുത്തം തുടരുകയാണെങ്കിൽ ഭാവിയിലേക്കുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, നിയമസഭാ സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ തൽക്കാലം ഈ സീറ്റ് ആവശ്യത്തിൽ നിന്നും പിന്മാറാം എന്നൊരു ധാരണ പാർട്ടിയിൽ വന്നതായാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ PJ ജോസഫ് ഇപ്പോഴും ഈ ഒരു തിയറിയോട് യോജിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഒരു സീറ്റ് മാത്രം മാണി ഗ്രൂപ്പിന് ലഭിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ തനിക്ക് മത്സരിക്കണം എന്ന ശക്തമായ ആവശ്യമാണ് ഏറ്റവും ഒടുവിലും അദ്ദേഹം മാണി ഗ്രൂപ്പ് നേതാക്കളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ പറയില്ല. പാർട്ടി ഉന്നതാധികാര സമിതി യോഗം ചേർന്ന ശേഷം ജോസഫിന് സീറ്റ് നൽകണമോ എന്ന കാര്യം തീരുമാനിക്കാമെന്നും മാണി ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. ശരി അനീഷ്. കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നുവെന്ന സൂചനകളാണ് അനീഷ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. 3-ാം സീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ UDF ഉഭയകക്ഷി ചർച്ചകളുടെ വിശദാംശങ്ങൾ നാളത്തെ ഉന്നതാധികാര സമിതി യോഗത്തെ ധരിപ്പിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അന്ന് വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്. എന്തൊക്കെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കാന്ന് പറയാൻ കഴിയില്ല. അതെനിക്ക് സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വിവാദ പരാമർശം KP രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ബാധിച്ചു കാണുമെന്ന് തൃശൂർ MP CN ജയദേവൻ. ജയദേവനെ മണ്ഡലത്തിൽ കണ്ടവരുണ്ടോ എന്ന വാട്സാപ്പ് മെസ്സേജാണ് KP രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തെറിപ്പിച്ചതെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ജയദേവന്റെ വെളിപ്പെടുത്തൽ. തൃശൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് MP CN ജയദേവൻ മത്സരിച്ചില്ലെങ്കിൽ KP രാജേന്ദ്രനായിരുന്നു സാധ്യത. എന്നാൽ CPI സംസ്ഥാന കൌൺസിൽ രാജാജി മാത്യു തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. ജയദേവനെ മണ്ഡലത്തിൽ കാണാനാകില്ലെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച സന്ദേശമാണ് KP രാജേന്ദ്രന് പ്രതികൂലമായതെന്ന് പ്രചാരണമുണ്ടായിരുന്നു. ഈ പ്രചാരണമാണ് CN ജയദേവൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 മാസം മുമ്പ് നടന്ന ചില സംഭവങ്ങളാണത്. എന്നെ ബാധിച്ചിട്ടില്ല. രാജേന്ദ്രനെ ചിലപ്പോൾ ഒരു പരിധി വരെ ബാധിച്ച് കാണാം. CPI
CPIയുടെ ഏക MP ആയിരുന്നിട്ടും വീണ്ടും അവസരം നൽകാതിരുന്നതിനോടുള്ള CN ജയദേവന്റെ പ്രതികരണം ഇങ്ങനെ. സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ എന്നെ മാറ്റേണ്ട പ്രത്യേക സാഹചര്യങ്ങളൊന്നുമില്ല. ഞാൻ അഥവാ അങ്ങനെ മാറ്റണമെന്ന് പാർട്ടി നേതൃത്വത്തിന് അഭിപ്രായം വന്ന സാഹചര്യത്തിൽ പിന്നെ രാജാജിക്ക് തന്നെ അതിൽ സാധ്യതയുള്ളൂ. അതേസമയം സിറ്റിംഗ് MPയെ മാറ്റിയതിൽ അസാധാരണത്വമില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടിയിൽ തർക്കമില്ലെന്നും രാജാജി മാത്യു തോമസ് പ്രതികരിച്ചു. സിറ്റിംഗ് MPമാർ മാറിയിട്ടാണ് പുതിയ ആൾക്കാർ വരിക. അതിനകത്ത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമില്ല. ന്യൂസ് 18 തൃശൂർ. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള BJPയുടെ പരിവർത്തന യാത്രകൾക്ക് തുടക്കമായി. കാഞ്ഞിരപ്പള്ളി കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന തിരുവനന്തപുരം ദക്ഷിണ മേഖലാ ജാഥ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. AN രാധാകൃഷ്ണൻ ക്യാപ്റ്റനാകുന്ന മധ്യമേഖലാ ജാഥ കൊടുങ്ങല്ലൂരിൽ സ്മൃതി ഇറാനിയാണ് ഉദ്ഘാടനം ചെയ്തത്. ശോഭാ സുരേന്ദ്രൻ നയിക്കുന്ന പാലക്കാട് മേഖലാ ജാഥ പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പര്യടനം നടത്തുക. വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ജാഥകൾ 10-ന് സമാപിക്കും. കർഷകരുടെ വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിനുള്ള ബാങ്കുകളുടെ നടപടി തടഞ്ഞ് മന്ത്രിസഭായോഗം. കർഷകരെടുത്ത എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം ബാധകമാക്കി. 2014 മാർച്ച് വരെയുള്ള വായ്പകളിലെ ജപ്തി നടപടികളാണ് സർക്കാർ തടഞ്ഞത്. ഇടുക്കിയിലും വയനാട്ടിലും കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ എടുത്ത വായ്പകൾക്കും മൊറട്ടോറിയം ബാധകമാക്കി. കാർഷിക കടാശ്വാസ കമ്മീഷൻ പരിഗണിക്കുന്ന വായ്പകളുടെ പരിധി 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമാക്കുകയും ചെയ്തു. കാർഷിക കടാശ്വാസ കമ്മീഷൻ നിലവിൽ 1 ലക്ഷം രൂപ വരെയുള്ള വായ്പാ കുടിശ്ശികയാണ് പരിഗണിച്ചിരുന്നത്. ഇനി 2 ലക്ഷം വരെയുള്ള വായ്പാ കുടിശ്ശികയും കമ്മീഷന്റെ പരിധിയിൽ വരും. ജപ്തി നടപടികൾ തടയുന്ന മൊറട്ടോറിയം ആനുകൂല്യം കാർഷിക വായ്പകൾക്കൊപ്പം കർഷകരുടെ എല്ലാ വായ്പകൾക്കും ബാധകമാക്കി. വായ്പകളിന്മേലുള്ള ജപ്തി നടപടികൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർഷകർ എടുത്തിട്ടുള്ള എല്ലാ വായ്പകൾക്കും ബാധകമായിരിക്കും. 2014 മാർച്ച് 31 വരെയുള്ള കർഷകരുടെ എല്ലാ വായ്പകളെയും ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കി. ഇടുക്കി, വയനാട് ജില്ലകളിൽ 2018 ഓഗസ്റ്റ് 31 വരെ എടുത്ത വായ്പകൾക്കും ഇളവ് ലഭിക്കും. ദീർഘകാല വായ്പകളുടെ 1 വർഷത്തെ പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും. പ്രകൃതിക്ഷോഭത്തിലെ നഷ്ടപരിഹാരമായി 85 കോടി രൂപ ഉടൻ അനുവദിക്കും. മൊറട്ടോറിയമല്ല, കാർഷിക കടം എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കർഷകരുടെ കടം എഴുതിത്തള്ളാനുള്ള ധൈര്യം കാണിക്കണം. തന്നെ ഈ മൊറട്ടോറിയം കൊണ്ട് എന്ത് കാര്യമാണ്? ഇന്നത്തെ കടം നാളത്തേക്ക് മാറ്റുന്നു എന്നുള്ളതല്ലാതെ എന്ത് പ്രയോജനമാണ്? ന്യൂസ് 18 തിരുവനന്തപുരം. പ്രളയാനന്തര കേരളത്തിൽ മനുഷ്യത്വം മറന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോയപ്പോൾ അത് പുറം ലോകത്തെ അറിയിച്ചത് ന്യൂസ് 18. സർഫാസി നിയമത്തിന്റെ മറവിൽ കർഷകരുടെ ഭൂമി കൈവശപ്പെടുത്താൻ ബാങ്കുകൾ എത്തിയത് ന്യൂസ് 18 ആദ്യം പുറത്തുകൊണ്ടുവന്നു. ഇടുക്കിയിലെ കർഷകർ ഗതിയില്ലാതെ മരണത്തിൽ അഭയം തേടിയപ്പോൾ ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളൊപ്പമുണ്ടായിരുന്നു. കർഷകരുടെ പക്ഷത്തുനിന്ന് ന്യൂസ് 18 നിരന്തരം നടത്തിയ മാധ്യമ ഇടപെടലുകൾ കൂടിയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ റിപ്പോർട്ടുകളിലേക്ക്. കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ബാങ്കുകളുടെ സർഫാസി നോട്ടീസിന് പിന്നാലെയുണ്ടായ 4 പേരുടെ ആത്മഹത്യയ്ക്ക് ശേഷവും കർശന നടപടികളൊന്നും അവസാനിച്ചില്ല. വയനാട്ടിലെ കർഷകർ ഈ ഗതികേട് കർഷകന് വന്നിരിക്കുന്നു. കുടിശ്ശിക വരുത്തിയവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം. ജപ്തി നോട്ടീസ് ബാങ്കേഴ്സ് കമ്മിറ്റി വീണ്ടും വിളിച്ച് ചർച്ച. വായ്പ കുടിശ്ശിക വരുത്തിയ വയനാട്ടിലെ കർഷക കുടുംബത്തിനാണ് സർക്കാർ നിർദ്ദേശം മാനിക്കാതെ ജപ്തി നോട്ടീസ് നൽകിയത്. വിളവെടുപ്പായപ്പോൾ പാവൽ വില താണു, കുരുമുളക് ഉൽപാദനം കുത്തനിടിഞ്ഞു. ഇടുക്കിയിലെ കർഷക ജീവിതം അക്ഷരാർത്ഥത്തിൽ നരകതുല്യമായി മാറിയിരിക്കുന്നു. ഞാൻ ജപ്തി ചെയ്യാൻ വന്ന അതിനുള്ള മൂല്യമില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കിടക്കുന്ന വിലവെടുപ്പുള്ള ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ കർഷകരാവും ആത്മഹത്യയുടെ പാത തെരഞ്ഞെടുക്കുക. MS അനീഷ് കുമാർ, ന്യൂസ് 18. പ്രളയ പുനർനിർമ്മാണത്തിനായി 3500 കോടി രൂപയുടെ ലോകബാങ്ക് വായ്പയെടുക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. 5000 കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തീരുമാനമായി. 70% വായ്പയും 30% സംസ്ഥാന സർക്കാർ വിഹിതവുമായിട്ടാണ് നിർമ്മാണം തുടങ്ങുകയെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. വെന്തുരുകി കേരളം.
ഉഷ്ണതരംഗമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രത. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ഡിഎംഒമാർക്ക് നിർദ്ദേശം നൽകി. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുമായി ചർച്ച നടത്തി. തൊഴിൽ സമയക്രമീകരണം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ തൊഴിലിടങ്ങളിൽ പരിശോധന നടത്തുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ മാസം 7 വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിലടക്കം ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രിയിൽ കൂടുതൽ താപനില ഉയർന്നിരുന്നു. 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം കരുതുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചു. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ഡിഎംഒമാർക്ക് നിർദ്ദേശം നൽകി. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സൂര്യതാപമേറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള അഥവാ അങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നിശ്ചയിച്ചിരിക്കുകയാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് വെയിൽ കൊണ്ടുള്ള ജോലികളുടെ സമയക്രമം മാറ്റിയിട്ടുണ്ട്. ഈ പൊതു പ്രദേശങ്ങളിൽ പുറത്ത് ജോലി ഉണ്ടെങ്കിൽ അത് 11 മുതൽ 3 മണി വരെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ 11 മുതൽ 3 മണി വരെ വിശ്രമം ഉണ്ടാവണമെന്ന് കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. മുൻകരുതൽ നടപടികളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി. ന്യൂസ് 18 കോഴിക്കോട്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ മുഫ്തി അബ്ദുൾ റൌഫ് അടക്കം 44 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ കരുതൽ തടങ്കലിലാക്കിയതായി പാകിസ്ഥാൻ. മൌലാന മസൂദ് അസറിന്റെ മകൻ ഹമ്മദ് അസറിനെയും കസ്റ്റഡിയിലെടുത്തു. അതിനിടെ ജമ്മുകാശ്മീരിലെ ത്രാലിൽ സുരക്ഷാ സൈന്യം 2 ഭീകരരെ വധിച്ചു. ബാലാകോട്ട് ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെ നടപടിക്കായി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് 44 ഭീകരരെ കരുതൽ തടങ്കലിലാക്കിയുള്ള പാക് അവകാശവാദം. നാഷണൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെയ്ഷ് തലവൻ മൌലാന മസൂദ് അസറിന്റെ മകൻ ഹമ്മദ് അസർ, സഹോദരൻ മുഫ്തി അബ്ദുൾ റൌഫ് എന്നിവർ ഇതിൽ ഉൾപ്പെടും. പുൽവാമ ഭീകരാക്രമണത്തിന്റെയും സുൻജ്വാൻ സൈനിക ക്യാമ്പ് ആക്രമണത്തിന്റെയും മുഖ്യ സൂത്രധാരനാണ് അബ്ദുൾ റൌഫ്. പാക് അവകാശവാദം പരിശോധിച്ചു വരികയാണെന്നും ഇന്ത്യ നൽകിയ തെളിവ് പ്രകാരം ഭീകരർക്കെതിരെ പ്രത്യക്ഷ നടപടി വേണമെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം രാജ്യത്ത് കടൽ വഴി ആക്രമണം നടത്താൻ ഭീകരർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് നാവികസേനാ മേധാവി സുനിൽ ലാംബ പറഞ്ഞു. We also have reports of terrorists being trained to carry out attacks with various modus operandi, including through the medium of the sea. അതിർത്തിയിൽ ഇന്നും സംഘർഷങ്ങൾ തുടരുകയാണ്. കാശ്മീരിലെ ത്രാലിലുണ്ടായ വെടിവെപ്പിൽ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. സംസ്ഥാന സ്ഥിതിഗതി വിലയിരുത്താനെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സന്ദർശനം പൂർത്തിയായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. ന്യൂസ് 18 ഡൽഹി. പ്രതിപക്ഷത്തിന് പിന്നാലെ ബാലാകോട്ട് ആക്രമണത്തിൽ തെളിവ് ചോദിച്ച് എൻഡിഎ ഘടകകക്ഷി ശിവസേനയും. ബാലാകോട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്ന് ശിവസേന വ്യക്തമാക്കി. അതേസമയം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് ബിജെപിയും അമിത്ഷായും പറഞ്ഞ കണക്കുകൾ ആവർത്തിക്കാൻ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ വിസമ്മതിച്ചു. ബാലാകോട്ട് ആക്രമണത്തിന്റെ പേരിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൊഴുക്കുന്നു. ബാലാകോട്ട് എത്ര വലിയ ആക്രമണമാണ് നടത്തിയതെന്നറിയാൻ രാജ്യത്തിന് അവകാശമുണ്ട്. ഇത് ചോദിച്ചാൽ സൈന്യത്തിന്റെ ആത്മവീര്യം തകരുമെന്ന് കരുതുന്നില്ലെന്നും പാർട്ടി മുഖപത്രമായ സാമ്നയിലെ ലേഖനത്തിൽ ശിവസേന വ്യക്തമാക്കി. ശിവസേനയുടെ ആവശ്യത്തിൽ മൗനം പാലിച്ച ബിജെപിയും പ്രധാനമന്ത്രിയും തെളിവ് ചോദിച്ചതിന് കോൺഗ്രസിനെ വീണ്ടും കടന്നാക്രമിച്ചു. उसके नेता अब हमारे वीर जवानों के सामर्थ्य पर सवाल उठा रहे हैं. ഇതിനിടെ റഫാൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബാലാകോട്ട് ആക്രമണം കൂടുതൽ ഫലപ്രദമാകുമായിരുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ കോൺഗ്രസ് ചോദ്യം ചെയ്തു. Signatory for the intergovernmental agreement, the Prime Minister must answer why he ignored the report of the committee. ബാലാകോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് വിവാദത്തിൽ പങ്കുചേരാൻ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ വിസമ്മതിച്ചു. The Foreign Secretary gave a figure. He didn't give a figure. He gave a statement. That is Government of India's position. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ വിഎസിനെ തള്ളി ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ബന്ധു റൌഫിനെയും കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഹർജിക്കാരനായ വിഎസ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസിലെ 2ാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി പരാമർശം. കേസിൽ പ്രധാന പ്രതി ഇപ്പോഴും പുറത്തുതന്നെയാണെന്നും മാർട്ടിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. ജാമ്യാപേക്ഷ കോടതി തള്ളി.
കോളേജ് ക്യാമ്പസിൽ സുരക്ഷാ നിയമങ്ങളെല്ലാം മറികടന്ന് അപകടകരമായ വാഹന റേസിംഗ് നടത്തിയ സംഭവത്തിൽ 7 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ അഭ്യാസ പ്രകടനത്തിനിടെ വാഹനത്തിൽ നിന്ന് വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ബികോം വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങിനോടനുബന്ധിച്ചായിരുന്നു 2 ദിവസങ്ങളിലായുള്ള അപകടകരമായ വാഹനാഭ്യാസം. കാറിലും ജീപ്പിലും ബൈക്കുകളിലുമായി എത്തിയ വിദ്യാർത്ഥികൾ കോളേജ് വളപ്പിലൂടെ വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞു. ഇതിനിടെ ജീപ്പിൽ നിന്നും 2 വിദ്യാർത്ഥികൾ തെറിച്ച് പുറത്തേക്ക് വീണു. നിയമങ്ങൾ കാറ്റിൽ പറത്തി ഫെബ്രുവരി 26-ന് ബികോം ടാക്സ് ആൻഡ് ഫിനാൻസ് വിദ്യാർത്ഥികൾ നടത്തിയ അഭ്യാസങ്ങൾക്ക് പിന്നാലെ മാർച്ച് 1-ന് ബികോം കമ്പ്യൂട്ടർ വിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രകടനം. സംഭവത്തിൽ എടത്വ പോലീസ് കേസെടുത്തു. ഒപ്പം വാഹനങ്ങളും പിടിച്ചെടുത്തു. 7 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും അവർ ഉപയോഗിച്ച വാഹനങ്ങൾ സീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപകടകരമായ ദൃശ്യങ്ങൾ പകർത്തി വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് പുരോഗമിക്കുന്നതായി പ്രിൻസിപ്പൽ KV സാബൻ പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ.